Download now. CC Learning App. ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഇപ്പോൾ നമ്മളിതാ സെറ്റ് പരീക്ഷ അല്ലേ, നമ്മളെ സെറ്റ് പരീക്ഷ ഇവിടെ നടക്കാൻ വേണ്ടി പോകുകയെന്ന് പറയുമ്പോൾ നാളെ മറ്റന്നാളല്ല, അതിൻ്റെ ഡേറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട തീയതികൾ വന്നു. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ അതാത് സബ്ജക്റ്റിൻ്റെ. കൂടാതെ ചെയ്യാത്തവരാണ് ഉടനെ ചെയ്യുക. കാരണം എന്താ, ഈ മാസം അവസാനം വരെയുള്ളൂ. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് സെറ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് PYQs നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മളെ CC ഡാപ്പിനെ പറ്റി പറയാം. CC ഡാപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ, അതായത് ഇപ്പോൾ PSC കേട്ടറ്റ്, സെറ്റ് നെറ്റ്, SSC, RRB, ബാങ്ക് തുടങ്ങിയ ഒരുപാട് ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുപാട് കണ്ടന്റുകളും മറ്റു കാര്യങ്ങളും ഇവിടെ CC ഡാപ്പിൽ അവൈലബിൾ ആണ്. കൂടാതെ GK, കറണ്ട് അഫയേഴ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ സെറ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ചോദിക്കേണ്ടത് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ്, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടെക്നിക്ക്? താഴെ പറയുന്നവയിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട് ടെക്നിക്ക് അല്ലാത്തതാണ് ചോദിക്കുന്നത് അല്ലേ. നോക്കിയേ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്ക് അല്ലാത്തത്, ഇതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്, അതിൽ 3 എണ്ണവും എന്തായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കായിരിക്കും. ഒന്നായിരിക്കാം അല്ലാത്തത്. വായിച്ചു നോക്കാം. ബജറ്ററി കൺട്രോള്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ജോബ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലേ. ഏതായിരിക്കും ആൻസർ വരിക നോക്കാം. യെസ്, ഏതാണ്? ജോബ് കോസ്റ്റിംഗ് ആണ് വരുന്നത് അല്ലേ. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ? ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കാം വരെ നോക്കൂ. ജോബ് കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ അവിടെ സ്വാഭാവികമായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്കാണ്, അല്ലാതെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്കല്ല അല്ലേ. അവിടെ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ല, മറിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്കാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ല, മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്ക് അല്ലാത്തതാണ്. സോ അതുകൊണ്ട് തന്നെ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അടുത്ത് നോക്കാം. ദ മീനിങ് ഓഫ് ദി ടേം വാല്യൂ ഇൻ വാല്യൂ എഞ്ചിനീയറിംഗ് മീൻസ്, അതായത് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന ഒരു ടേമിൽ വാല്യൂവിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. വാല്യൂ നോക്കിയേ, ഡിപ്രീസിയേഷൻ, ബുക്ക് വാല്യൂ, യൂട്ടിലിറ്റി, മാർക്കറ്റ് വാല്യൂ, 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗ് അത് നമ്മൾ നോക്കണം. ആദ്യം വാല്യൂ എഞ്ചിനീയറിംഗ് അറിയാൻ നോക്കണം. ആ വാല്യൂ എഞ്ചിനീയറിംഗ് പോട്ടെ നമുക്കറിയാം, അതിൻ്റെ അകത്ത് വാല്യൂ എന്തായിരിക്കാം നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം. ഏതായിരിക്കും ആൻസർ വരിക? യെസ്, യൂട്ടിലിറ്റി അല്ലേ. ഏതാണ്? യൂട്ടിലിറ്റിയാണ് ആൻസർ വരിക. C ആണ് ആൻസർ വരിക. എങ്ങനെയായിരിക്കാം C വരുന്നത് നോക്കണ്ടേ? നോക്കാം നമുക്ക്. നോക്കൂ. യെസ്, അവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായും നമ്മളെ ടെക്നിക്കിൽ, അതായത് വാല്യൂ എഞ്ചിനീയറിംഗ് ടെക്നിക്കിൽ വാല്യൂവിൻ്റെ വാല്യൂ അതേപോലെ സമമായിരിക്കുന്നൊരു ടേമാണ് യൂട്ടിലിറ്റി എന്നത്. മറ്റൊരു ഡിപ്രീസിയേഷനോ ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ അല്ല. എന്താണ്? യൂട്ടിലിറ്റി ആണ് അതിന് കറക്റ്റ് സമമായിട്ട് വരുന്ന ഒരു വാക്ക്. ഏതാണ്? യൂട്ടിലിറ്റി ആണ് വരുന്നത് അല്ലേ. മറിച്ച് ഡിപ്രീസിയേഷൻ നമുക്കറിയാം എന്താണെന്നുള്ളത്, ബുക്ക് വാല്യൂ എന്താണെന്ന് അറിയാം, മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇത് മൂന്നും അല്ല, ആ വാല്യൂവിന് സമമായിരിക്കുന്നത് ഏതാണ്? യൂട്ടിലിറ്റി ആണ്. ശരി, അടുത്ത ചോദ്യം നോക്കുക. ഒരു അസേർഷൻ റീസൺ ആണ്. ബിസിനസ് എൻവയോൺമെന്റ് ഡിഫർ ഫ്രം കൺട്രി ടു കൺട്രി. ഇതാണ് അസേർഷൻ. റീസൺ നോക്കിയേ. ദി ബിസിനസ് എൻവയോൺമെന്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ആൻഡ് ഡൈനാമിക് ഫോഴ്സ്. ഇതാണ് വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക് ഏത് വരും എന്നുള്ള. അസേർഷനും അവിടെ ഉണ്ട്, അതേപോലെ റീസണും അവിടെ ഉണ്ട്. നോക്കിയേ, ബോത്ത് AR ഫാൾസ്. രണ്ടും എന്താണ്? ഫാൾസ് ആണ്. അടുത്തതോ, രണ്ടും ട്രൂ ആണ്, പക്ഷേ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. പിന്നെ രണ്ടും എന്താണ്? A ഫാൾസ്, B ട്രൂ, ദെൻ R ഫാൾസ് ആൻഡ് A ട്രൂ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ എന്താ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർന്നതാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് എൻവയോൺമെന്റ്. നമ്മൾ പ്രധാനമായിട്ടും പറയും ഇന്റേണൽ എൻവയോൺമെന്റ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്നിങ്ങനെ രണ്ടായിട്ട് പറയും. ബിസിനസിന്റെ അകത്തുള്ളതിനൊക്കെ ഇന്റേണൽ എന്നും ബിസിനസിനെ പുറത്തേക്ക് ബാധിക്കുന്നതൊക്കെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയും. അപ്പോൾ ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. ഇപ്പോൾ ഗവൺമെന്റിന്റെ പോളിസി, അതുപോലെ ടാക്സ്, അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ്, ഇവയൊക്കെ എന്താ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഏതാണ്? യെസ്, B ആണ് വരുന്നത് അല്ലേ. ഏതാണ്? B ആണ്. രണ്ടും ശരി തന്നെയാണ്, പക്ഷെ എന്താണ്? R അവിടെ എന്തല്ല, കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. എന്താണ് R പറഞ്ഞിരിക്കുന്നത്? ദി ബിസിനസ് എൻവയോൺമെന്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ആൻഡ് ഡൈനാമിക് ഫോഴ്സസ്. രണ്ട് ടേം ശരിയാണ്, പക്ഷെ ഇവിടെ റീസന്റെ സമയത്ത് എന്തായിരുന്നു വരേണ്ടത്?
ബിസിനസ് എൻവയോൺമെന്റ് എത്ര തരമുണ്ട് എന്നായിരുന്നു അവിടെ വരേണ്ടത് അല്ലേ. അപ്പോൾ ഒരു തുടർച്ചയില്ലായ്മയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് രണ്ടും ശരിയായുള്ള ടൈമാണ്, പക്ഷേ എന്തല്ല കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. സോ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ശരി, അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ഇവിടെ ഈ അസേർഷൻ റീസൺ, കഴിഞ്ഞ അസേർഷൻ റീസണിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അസേർഷനിൽ എന്താ പറയുന്നത്, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ പറയുന്നുണ്ട് സോഷ്യൽ ലീഗൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റേണൽ എക്സ്റ്റേണൽ എന്ന രീതിയിൽ വരുന്നുണ്ട് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ് ബിയും രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അല്ലേ. ശരി, അടുത്ത് നോക്കിയേ, വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷനാണ്. വർക്ക് കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണ്? എന്തായിരിക്കും കിട്ടുക നോക്കിയേ, കോസ്റ്റ് ഓഫ് സെയില്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടറി കോസ്റ്റ്, നൺ ഓഫ് ദിസ്. ഏതായിരിക്കാം? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഏതാണ് കോസ്റ്റ് അക്കൗണ്ട്? ഏതായിരിക്കും വരിക? യെസ്, അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അല്ലെ. വർക്ക് കോസ്റ്റ്, അതായത് വർക്സിന്റെ ആ വർക്കിന്റെ കോസ്റ്റ്, കൂടാതെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ മിക്കവാറും എന്തായിരിക്കും? ഓവർഹെഡിലായിരിക്കും വരിക. ഓവർഹെഡ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഒക്കെ അവിടെ ഓവർഹെഡിൽ വരുന്നതായിരിക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി, വർക്കിന്റെയും നോൺ വർക്കിന്റെയും രണ്ടും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുക അല്ലേ. രണ്ടും കൂടി കൂട്ടിയാലാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ശരി, ഓക്കെ, ഇവിടെ അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല കാരണം നമ്മളിത് നേരത്തെ പറഞ്ഞതാണ് അല്ലേ, നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. A group of product that are related in some way by being alternative to fulfilling the same need of customers is known as dash. എന്താണ്? പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്റ്റ് റേഞ്ച്, പ്രൊഡക്റ്റ് ലൈന്, നൺ ഓഫ് ദിസ്. നോക്കൂ, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് ആർ റിലേറ്റഡ് ഇൻ സം വേ ബൈ ബീയിങ് ഓൾട്ടർനേറ്റീവ് ടു ഫുൾഫിൽ ദി സെയിം നീഡ് ഓഫ് കസ്റ്റമേഴ്സ് അല്ലേ. അവിടെ എന്താണ്? കസ്റ്റമേഴ്സിന്റെ സെയിം നീഡുകളാണ്, സെയിം ആയിട്ടുള്ള നീഡുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫുൾഫില്ല് ചെയ്യപ്പെടുന്നത്. അതിനെ വിളിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. നോക്കി, ഏതായിരിക്കും വരിക? യെസ്, പ്രൊഡക്റ്റ് ലൈന് എന്നാണ് വരിക അല്ലേ. ഏതാണ്? പ്രൊഡക്റ്റ് ലൈന് എന്നാണ് ആൻസർ വരിക അല്ലേ. ഏതാണ് മക്കളെ? പ്രൊഡക്റ്റ് ലൈൻ. ഓക്കെ, നോക്കിയേ, പ്രൊഡക്റ്റ് ലൈൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ലൈൻ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. That satisfy similar customer need or are marketed together. അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സിമിലർ കസ്റ്റമേഴ്സിന് ഒരേപോലുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലേ, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരേ രീതിയിലുള്ള പ്രൊഡക്റ്റുകളെയാണ് അല്ലേ. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് ലൈന്. നോക്കിയേ, ഡിഫറെൻറ്റ് മോഡൽ ഓഫ് സ്മാർട്ട് ഫോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദി സെയിം കമ്പനി ഫ്രം എ പ്രൊഡക്റ്റ് ലൈൻ അല്ലേ. അതായത് ഒരു കമ്പനി അതിൻ്റെ ഡിഫറെൻറ്റ് മോഡലുകൾ അവിടെ എന്ത് ചെയ്യുന്നു? സ്മാർട്ട് ഫോൺ ഇറക്കുന്നുണ്ട്. അപ്പം അതെന്താണ്? ഈ പ്രൊഡക്റ്റ് ലൈനിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ശരി, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പ്രധാനമായും ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, നമ്മളെ സെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ CCയിൽ 75 ഡേയുടെ എക്സ്ക്ലൂസീവ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് സെറ്റിന് ഒരുപാട് റിസൾട്ടുകളാണ്. നമ്മൾ ആദ്യത്തെ കോഴ്സ് പോസ്റ്ററിൽ തന്നെ കണ്ടതാണ് അല്ലേ. എത്രയോ നല്ല ചിരികൾ അല്ലേ, സന്തോഷത്തിൻ്റെ ചിരികൾ, അഭിമാനത്തിൻ്റെ ചിരികൾ ഞങ്ങളിലൂടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അപ്പോൾ അത് നിങ്ങളിലേക്കും എത്തട്ടെ. നമ്മളെ സെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 75 എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടാവും. ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പർ ഞാനൊന്ന് വായിക്കാം. 97 46 45 55 14 എന്നീ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം കൂടുതൽ PYQs ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. Download now CC Learning app.